ശബരിമലയിൽ വരിനിന്നെത്തിയ തീർത്ഥാടകർക്ക് തടസ്സം സൃഷ്ടിച്ച് നടൻ ദിലീപും സംഘവും ദർശനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പോലീസ് അകമ്പടിയോടെ ദർശനത്തിന് ആരാണ് അനുമതി നൽകിയതെന്നും കോടതി ചോദിച്ചു. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെടുന്ന ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. പ്രത്യേക ദർശനത്തിന് പരിഗണന നൽകേണ്ട ഭരണഘടനാ പദവിയിലുള്ളവരെ സുപ്രീം കോടതി നിർവചിച്ചിട്ടുണ്ട്. അതിൽ സിനിമാ താരങ്ങൾ പെടില്ലെന്നും കോടതി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഈ സംഭവത്തിന്റെ പേരിൽ പ്രത്യേക റിപ്പോർട്ട് തേടിയ കോടതി ശനിയാഴ്ചയ്ക്കകം ശബരിമല സന്നിധാനത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ഹാജരാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി ശബരിമല സന്നിധാനത്തിലെത്തിയ ദിലീപും സംഘവും ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന സമയം വരെ ശ്രീകോവിലിന് മുൻപിൽ നിന്ന് ദർശനം നടത്തി. പിൻനിരയിലൂടെ കടന്നു വന്ന തീർത്ഥാടകരെ ഈ സമയം തടഞ്ഞു. കുട്ടികളും വയോധികരും ഭിന്നശേഷിക്കാരുമടക്കം മണിക്കൂറുകളോളം വരിനിന്നെത്തിയവർക്ക് ഇതിനാൽ സുഗമമായ ദർശനം സാധ്യമല്ലെന്നും കോടതി വിലയിരുത്തി. അയ്യപ്പന്റെ മുൻപിൽ എല്ലാവരും സമമാണെന്നും മറ്റു പരിഗണനകൾ വെച്ച് ഇത്തരം നടപടികൾക്ക് തുനിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി പറഞ്ഞു. ദിലീപിന് പ്രത്യേക സൗകര്യം ഒരുക്കിക്കൊടുത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു. മല ചവിട്ടുന്ന അയ്യപ്പന്മാർക്കെല്ലാം ഒരേ പരിഗണന നൽകണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.